ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്ക് ക്ഷേത്രഭൂമിയിൽ പ്രവേശനം നിഷേധിച്ച് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ CPM നിയന്ത്രണത്തിലുള്ള ക്ഷേത്ര ഭരണസമിതി. കോഴിക്കോട് ചേലൂർ സുബ്രഹ്മണ്യ മഹാക്ഷേത്ര ഭരണസമിതിയാണ് ബാലഗോകുലത്തിന്റെ ശോഭായാത്രയ്ക്ക് ക്ഷേത്രഭൂമി വിട്ടു നൽകാത്തത്. മുൻ വർഷങ്ങളിൽ നടത്തിയിരുന്ന പരിപാടിക്ക് ഇത്തവണ അനുമതി നിഷേധിച്ചതിൽ വലിയ പ്രതിഷേധത്തിലാണ് ഭക്തജനങ്ങൾ. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, തികച്ചും നിരാശാജനകം തന്നെയാണ് ഇത്തരത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്ക് ക്ഷേത്രഭൂമിയിൽ പ്രവേശനം നിഷേധിച്ച സംഭവം. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ CPM നിയന്ത്രണത്തിലുള്ള ക്ഷേത്ര ഭരണസമിതിയാണ് ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. വിശദാംശങ്ങൾ. അതോടൊപ്പം തന്നെ മുൻ വർഷങ്ങളിൽ ഈ ക്ഷേത്രത്തിലേക്ക് ശോഭായാത്രകൾ ബാലഗോകുലത്തിന്റെ തന്നെ നേതൃത്വത്തിലുള്ള ശോഭായാത്രകൾ നിരവധി തവണ നടത്തിയിട്ടുമുണ്ട്. ആ ഘട്ടങ്ങളിലൊന്നും ഇല്ലാതിരുന്ന ഒരു എതിർപ്പ് അല്ലെങ്കിൽ വിയോജിപ്പാണ് ഇപ്പോൾ ക്ഷേത്രം ഭരിക്കുന്ന ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് അവിടുത്തെ നാട്ടുകാർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിലൊക്കെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ് ബാലഗോകുലത്തിന്റെ ശോഭയാത്രയ്ക്ക് വിലക്കേർപ്പെടുത്തിയത് എന്നതിനെ സംബന്ധിച്ച ചോദ്യങ്ങൾ അവിടെയുള്ള പ്രദേശവാസികളായിട്ടുള്ള ഭക്തജനങ്ങളൊക്കെ ഒരേ സ്വരത്തിൽ ചോദിക്കാൻ തുടങ്ങിയെന്നാണ് ഈ ഘട്ടത്തിലൊക്കെ. നമ്മൾ വൈകുന്നേരമൊക്കെ അവിടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നു. ഈ വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം ബാലഗോകുലത്തിന്റെ ശോഭായാത്രയ്ക്ക് അനുമതി നൽകാൻ ക്ഷേത്ര ഭരണസമിതി തയ്യാറായിട്ടുണ്ടോ എന്ന ചോദ്യവുമായി ബാലഗോകുലത്തിന്റെ ഭാരവാഹികളുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ആ ഘട്ടത്തിലേക്ക് ആ രീതിയിലുള്ള നീക്കത്തിനൊന്നും അവർ തയ്യാറല്ല. അവർ തീരുമാനിച്ച രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോവുകയാണ്. ആ ബാലഗോകുലം മുൻവർഷങ്ങളിലൊക്കെ പരിപാടി നടത്തിയിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്തൊരു വിലക്ക് എന്തുകൊണ്ടാണ് ഇപ്പോൾ എന്നൊരു ചോദ്യം അവിടെയുള്ള നാട്ടുകാർ മുന്നോട്ടേക്ക് വെക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതൊരു ശുഭസൂചനയും തന്നെയാണ്. എന്നാൽ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് CPM നിയന്ത്രണത്തിലുള്ള ഭരണസമിതി വിലക്കേർപ്പെടുത്തിയതുകൊണ്ട് ആ പ്രദേശത്തിന്റെ ബാലഗോകുലത്തിന്റെ ശോഭായാത്ര നടക്കാതിരിക്കുന്നില്ല. തീരുമാനിച്ചതുപോലെ തന്നെ അവിടെയുള്ള ശോഭായാത്ര നടക്കും. ഈ ക്ഷേത്രത്തിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ ഒരു സ്ഥലത്തേക്കായിരിക്കും ഈ ശോഭായാത്ര അവസാനിക്കുക എന്നൊരു കാര്യമാണ് അവിടെ എടുത്തു പറയാനുള്ളത്. ഒരു ക്ഷേത്രം ഉണ്ടാകുമ്പോൾ തൊട്ടടുത്ത സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് അല്ലെങ്കിൽ സ്ഥലത്തേക്ക് ശോഭായാത്ര അവസാനിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതിലൊരു വിരോധാഭാസമായി എടുത്തു കാണിക്കേണ്ടത്. കാരണം ക്ഷേത്രം ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ ഹിന്ദു വിശ്വാസങ്ങളെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൈന്ദവ ആചാരങ്ങൾ അനുഷ്ഠിക്കാനോ ഉള്ളതല്ലെങ്കിൽ പിന്നെ മറ്റെന്തിനാണ് എന്നുള്ളൊരു ചോദ്യം അവിടെ നിന്ന് സ്വാഭാവികമായി ഉയർന്നു വരുന്നുണ്ട്. മുൻ വർഷങ്ങളിലൊക്കെ ഈ ചെത്തുകടവ് മണ്ഡലം കമ്മിറ്റി, ചെത്തുകടവ് ബാലഗോകുല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ശോഭായാത്രകൾ അവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒന്നിലധികം ശോഭായാത്രകൾ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് അവിടെ നിന്ന് മഹാശോഭായാത്രയായി ആ പ്രദേശത്ത് ഏതെങ്കിലും ക്ഷേത്രത്തിൽ ശോഭായാത്ര അവസാനിക്കുന്ന രീതിയിലായിരുന്നു മുൻ വർഷങ്ങളിലൊക്കെ പരിപാടികൾ നടത്തിയിരുന്നത്. ഈ രീതിയിൽ അവിടെ തന്നെ ഇത്തവണ ശോഭായാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയ ചേലൂർ സുബ്രഹ്മണ്യ മഹാക്ഷേത്രത്തിലേക്കും മുമ്പ് ശോഭായാത്രകൾ നിരവധി തവണ നടത്തിയിരുന്നു. ഈ മുൻ വർഷങ്ങളിലൊക്കെ 2-3 തവണകളൊക്കെ ശോഭായാത്ര നടത്തിയിരുന്നതാണ്. ആ രീതിയിലായിരുന്നു വിവിധ ക്ഷേത്രങ്ങളിലേക്കൊക്കെ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു ശോഭായാത്രകൾ അവസാനിപ്പിക്കാറ്. എന്നാൽ മുമ്പ് ആ പ്രദേശത്തെ മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്തൊരു തടസ്സം ഈ മുമ്പ് അവിടെ നടത്തിയിരുന്ന ഇതേ ചേലൂർ സുബ്രഹ്മണ്യ മഹാക്ഷേത്രത്തിലേക്ക് നടത്തിയിരുന്ന ശോഭായാത്രയ്ക്ക് ഈ വർഷത്തെ ഒരു തടസ്സം സൃഷ്ടിക്കുന്നു എന്നുള്ളത് ഖേദകരമായ ഒരു കാര്യം തന്നെയാണ്. കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ആവേശത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി ശോഭായാത്രയിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെ തന്നെയാണ്. അവർ ഈ നോട്ടീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. ചേലൂർ സുബ്രഹ്മണ്യ മഹാക്ഷേത്രത്തിൽ ഈ ശോഭായാത്ര അവസാനിക്കും എന്നതിനെ സംബന്ധിച്ച നോട്ടീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വിതരണം ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കത്ത് കൊടുത്തിട്ട് ശോഭായാത്രയ്ക്ക് ബാലഗോകുലത്തിന്റെ ശോഭായാത്രയ്ക്ക് ഇവിടെ അനുമതി നൽകാൻ സാധിക്കില്ല എന്നൊരു കാര്യം പറഞ്ഞത്. അതിൽ ഈ ക്ഷേത്രത്തിന്റെ ഭരണസമിതി പറഞ്ഞ കാര്യം വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. രാഷ്ട്രീയ പരിപാടികൾക്ക് ക്ഷേത്രഭൂമിയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ മറ്റ് സൗകര്യങ്ങളോ ഒന്നും വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് മലബാർ ദേവസ്വം ബോർഡിന്റെ ഒരു നിയമമുണ്ട്. അതിനാൽ തന്നെ ബാലഗോകുലത്തിന് വിട്ടു നൽകാൻ സാധിക്കില്ല എന്നാണ് ഈ കത്തിൽ അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ബാലഗോകുലത്തിന്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ ഭാരവാഹികളൊക്കെ പ്രതികരിച്ചിരുന്നു. ബാലഗോകുലം ഒരു രാഷ്ട്രീയ സംഘടനയല്ല, രാഷ്ട്രീയത്തിന് അതീതമായ ആളുകളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് എന്ന തരത്തിലുള്ള വിശദീകരണം അല്ലെങ്കിൽ വ്യക്തത ബാലഗോകുലത്തിന്റെ ഭാരവാഹികളുടെ ഭാഗത്തു നിന്ന് വരുത്തിയിരുന്നു, അവർ നൽകിയിരുന്നു. എന്നിട്ടും ഈ തീരുമാനം പിൻവലിക്കാൻ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളോ അല്ലെങ്കിൽ ഭരണസമിതിയോ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല ഇതോടൊപ്പം CPMന് വലിയ സ്വാധീനമോ നിയന്ത്രണമോ ഒന്നുമില്ലാത്ത മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ തന്നെയുള്ള കോഴിക്കോട് ജില്ലയിലെ മറ്റു ക്ഷേത്രങ്ങളിലേക്ക് ബാലഗോകുലത്തിന്റെ ശോഭായാത്ര ക്ഷേത്രങ്ങളിലേക്ക് തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക മലബാർ ദേവസ്വം ബോർഡിന്റെ താല്പര്യമല്ല, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് അത്തരത്തിലുള്ള നിയമമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത് CPMന്റേതായിട്ടുള്ള കൂടുതൽ ആളുകൾ ഈ കമ്മിറ്റിയുടെ ഭാഗമായി വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു നടപടിയാണെങ്കിൽ അല്ലെങ്കിൽ നീക്കമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. അതല്ല എങ്കിൽ മുൻ വർഷങ്ങളിൽ ഇതേ ക്ഷേത്രത്തിലേക്ക് ശോഭായാത്രകൾ നടത്തിയ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു കത്ത് നൽകിയില്ലല്ലോ, ഞങ്ങൾ തടഞ്ഞില്ലല്ലോ, നടത്താൻ അനുവദിക്കില്ലല്ലോ എന്ന് പറഞ്ഞില്ലല്ലോ എന്ന ചോദ്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള CPM നിയന്ത്രണത്തിലുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ വിരട്ടലിലൊന്നും അവിടെയുള്ള ആളുകൾ അടങ്ങിയിരിക്കാൻ
തയ്യാറല്ല, അല്ലെങ്കിൽ പരിപാടി വേണ്ടാന്ന് വെക്കാൻ തയ്യാറായിട്ടില്ല. അവർ നിശ്ചയിച്ചതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് 5 സ്ഥലങ്ങളിൽ നിന്നാണ് ശോഭായാത്രകൾ, ചെറിയ ശോഭായാത്രകൾ ആരംഭിക്കുക. 5 സ്ഥലങ്ങളിൽ നിന്ന് ആരംഭിച്ച് ചെത്തുകടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സംഗമിച്ച് അവിടെ നിന്ന് മഹാശോഭായാത്രയായി ചേലൂർ സുബ്രഹ്മണ്യ മഹാക്ഷേത്രത്തിന്റെ സമീപത്തുള്ള മറ്റൊരു സ്ഥലത്ത് അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. തുടർന്ന് പ്രസാദ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നടക്കും. ശരി, ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.